പേരൻസ് കുട്ടികളോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത 3 കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റോപ്പ് ക്രൈയിങ് എന്നുള്ളത്. കരച്ചിൽ നിർത്തിക്കോളൂ, കരയുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് പറയാത്ത ഒരു പേരൻസും ഉണ്ടാവില്ല അല്ലെ. കുട്ടിയുടെ ഇമോഷന് യാതൊരുവിധ വിലയും കൊടുക്കാത്ത ഒരു ടോക്കാണിത്. സ്വാഭാവികമായും കുട്ടി അവന്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് കുറയ്ക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിന് പകരമായിട്ട് നിന്റെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാകും, നമുക്ക് ഇതിന് എന്ത് പരിഹാരം കാണാൻ സാധിക്കും, ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ അവന്റെ ഫീലിംഗ്സിന് വാല്യൂ കൊടുക്കുന്നുണ്ടെന്നും ഇമോഷൻസ് എന്നത് നോർമലായി കടന്നു വരുന്ന ഒരു കാര്യമാണെന്നും കുട്ടി മനസ്സിലാക്കുകയും അവന്റെ ഇമോഷണൽ റെഗുലേഷൻ എൻകറേജ് ചെയ്തു കൊണ്ടുവരാൻ സഹായിക്കും. നിനക്ക് എന്തുകൊണ്ട് നിന്റെ സഹോദരന്മാരെ പോലെ ആയിക്കൂടാ? നീ അവരെ കണ്ടുപഠിക്കൂ. നീ എന്തുകൊണ്ട് അവരെ പോലെ ആകുന്നില്ല? ഇത്തരം ടോക്സ് ഒരിക്കലും കുട്ടിയുടെ മുമ്പിൽ നടത്താനായിട്ട് പാടില്ല. ഇത് കുട്ടിയിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ സിബ്ലിംഗ്സിനോടുള്ള ഒരു കോമ്പറ്റീഷനും കൂടിയാണ് ഇവിടെ രൂപപ്പെട്ടു വരുന്നത്. ഇതിന് പകരമായിട്ട് ഓരോരുത്തരും വ്യത്യസ്തരാണെന്നുള്ള സത്യം നമ്മൾ ആദ്യമേ അംഗീകരിക്കുക. അതോടൊപ്പം തന്നെ എനിക്ക് നിന്നെ മനസ്സിലാകും, നീ എങ്ങനെയാണോ അതേ രീതിയിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് വേണം പേരൻസിന്റെ ഭാഗത്തു നിന്ന് അവന് ഫീൽ ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്താൽ അത് സെൽഫ് വർത്തിനെ ഇൻക്രീസ് ചെയ്യുകയും കമ്പാരിസൺ കുറയ്ക്കാനും അത് ഇടയാക്കും. പലപ്പോഴും നമ്മൾ ഒരു കാര്യത്തിനോട് കുട്ടിയോട് നോ പറയുമ്പം കുട്ടികൾ ചോദിക്കാറുണ്ട്, അതെന്തുകൊണ്ടാണ് അവിടെ നോ വന്നത്? കാരണം അവനിൽ അത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. സ്വാഭാവികമായിട്ടും പേരൻസ് പ്രതികരിക്കുന്നത് എങ്ങനെയാവാം? ഞാൻ നോ പറഞ്ഞിട്ടില്ലേ, അതിന്റെ അർത്ഥം നോ എന്ന് തന്നെയാണ്. ആ ഒരു രീതിയിൽ അവന്റെ ആ സംസാരത്തെ അവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ശരിക്കും ക്യൂരിയോസിറ്റി ഡിസ്കറേജ് ചെയ്യുകയും ഇൻഡിപെൻഡന്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ അവന് കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ കുട്ടിയെ നയിക്കുന്നത്. ഇവിടെ പലപ്പോഴും റൂൾസ് എന്ന് പറയുന്നത് ഗൈഡൻസിന് പകരം ഒരു പണിഷ്മെന്റ് ആയിട്ടാണ് കുട്ടിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു സെന്റൻസിന് പകരമായി നമ്മൾ ഒരു കാര്യം നോ പറയുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ക്ഷമ പേരൻസ് കാണിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ നിന്നോട് നോ എന്ന് പറഞ്ഞത്. ഇത് കുട്ടികളിൽ റീസണിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും ഹെൽത്തി ബൗണ്ടറീസിനെ പറ്റിയിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓർക്കുക, പേരൻസിന്റെ ഓരോ വാക്കും കുട്ടിയുടെ ഇമോഷണൽ ഹെൽത്തിനെയും സെൽഫ് എസ്റ്റീമിനെയും ഷേപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ ഡെയിലി കോൺവെർസേഷൻസിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ അത് കുട്ടിയുടെ ഫ്യൂച്ചറിൽ വലിയ മാറ്റങ്ങൾക്കാവും കാരണമാകുന്നത്.